അപ്പോൾ നോക്കിയോ, അപ്പോൾ നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഇതിൽ അങ്ങ് ചെയ്ത് തീർക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ എ വൈബ്രേറ്റിംഗ് സിസ്റ്റം ഹാസ് എ മാസ് ഓഫ് 70 കിലോഗ്രാം. ക്വസ്റ്റ്യൻ നടത്തോട്ടെ, ആൻസർ നോക്കാം. A mass of 70 kilogram is suspended from a spring of stiffness 80 Newton per millimeter. The dashboard is fitted to the system and it is found that the dashboard is fitted to the system and it is above stiffness. Spring in the stiffness എത്രയാണ്? 80 Newton per millimeter ആണ്. The dashboard is fitted to the system and it is found that the amplitude of vibration diminishes to 10%. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 2 എന്ന് പറയുന്ന സാധനം. To 10% ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ ആഫ്റ്റർ 5 കംപ്ലീറ്റ് ഓസിലേഷൻസ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതേപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തതാണ്. അപ്പോൾ വലിയ കൺഫ്യൂഷൻസ് ഒന്നും വരാൻ വഴിയില്ല. ആഫ്റ്റർ 5 ഓസിലേഷൻസ് ഫൈൻഡ് വാല്യൂ ഓഫ് ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്പ്രിങ്ങും ഒരു മാസും ഉള്ള ഒരു സിസ്റ്റമാണ്. നമുക്കിപ്പോൾ ഈ ഇക്വലൻ്റ് സ്റ്റിഫ്നെസ്സും ഇക്വലൻ്റ് ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വൈബ്രേറ്ററി സിസ്റ്റത്തിൽ വി ഹാവ് എ സ്പ്രിങ് ആൻഡ് എ ഡാഷ്ബോർഡ് ഈസ് ഹിയർ. ദാറ്റ് മീൻസ് അത് ഡാമ്പിങ്ങിനെ കാണിക്കുന്നു. അവിടെ ഒരു മാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ മാസ് എന്ന് പറയുന്നത് എം ഈസ് ഈക്വൽ ടു 70 കിലോഗ്രാം ആൻഡ് ഈ സസ്പെൻഡഡ് സ്പ്രിങ് ഹാവിങ് സ്റ്റിഫ്നെസ് കെ എന്ന് പറയുന്ന സ്റ്റിഫ്നെസ് ആണ് നമ്മുടെ സ്പ്രിങ്ങിനുള്ളത്, വിച്ച് ഈസ് ഈക്വൽ ടു 80 Newton per millimeter. A dashboard is fitted to the system and it is found that the amplitude of vibration diminishes to 10% of its original value after 5 oscillations. So we have 5 oscillations. അപ്പോൾ ഫസ്റ്റ് ഓസിലേഷൻ എന്ന് പറയുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ x0 എന്ന് എടുത്തു കഴിഞ്ഞു. ആഫ്റ്റർ 5 ഓസിലേഷൻ, അപ്പോൾ x0 എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ, അതായത് ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. ആഫ്റ്റർ 1 ഓസിലേഷൻ ഇറ്റ് ബിക്കംസ് x1, ആഫ്റ്റർ 2 it will become x2, after 3 it will become x3, and then after 5 oscillations we will be getting the amplitude of vibration x5. That means x5 is the amplitude of vibration after 5 oscillations. So after 5 oscillations we have the amplitude of vibration x5. Find the value of damping coefficient. അങ്ങനെയുള്ള സാധനം. അപ്പോൾ ഈ ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാലോ, സി ആണ് ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് ഫ്രീ വൈബ്രേഷൻ. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഇത് ഡാംപ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് എഫ് ഡി ആൻഡ് ആൾസോ വി ഹാവ് ടു ഫൈൻഡ് എഫ് വൺ, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫ്രീ വൈബ്രേഷനും ഫ്രീ അൺഡാംപ്ഡ് വൈബ്രേഷനും. എഫ് ഡി എന്ന് പറയുന്നത് എന്താണ്? ഡാംപ്ഡ് വൈബ്രേഷൻസിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. പീരിയോഡിക് ടൈം ഫോർ ഡാംപ്ഡ് വൈബ്രേഷൻ, ദറ്റ് ഈസ് ടി ഡി. വി ഹാവ് ടു ഫൈൻഡ് ടി ഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ x0 x5 തന്നിരുന്നാൽ അതിൻ്റെ റിലേഷൻ വെച്ചിട്ട് നമുക്ക് പറഞ്ഞേക്കുന്ന ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഡിമിനിഷസ് ടു 10% ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ ആഫ്റ്റർ 5 ഓസിലേഷൻസ്. അപ്പോൾ x5 എന്ന് പറയുന്നത് 5 ഓസിലേഷന് ശേഷം അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഇറ്റ് ബിക്കംസ് 10% ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ. ഇറ്റ് ഡിമിനിഷസ് ടു 10% ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ. ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? x0 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് x0 ഡിവൈഡഡ് ബൈ x5 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ഈ x5 അങ്ങ് അപ്പുറത്ത് പോയി 10 അപ്പുറത്ത് പോകും. ദാറ്റ് മീൻസ് 1 ഡിവൈഡഡ് ബൈ 10% എന്നെഴുതാം. ആണല്ലോ, ഈ 10% പോയിൻ്റ് ഉണ്ടെന്ന് എഴുതാമല്ലോ. 10 ഡിവൈഡഡ് ബൈ 100 ആണ് എന്താണ് പെർസെൻറ്റേജ് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അപ്പം x0 ബൈ x1 എന്ന് പറയുന്ന സാധനം നമുക്ക് അവിടെ ഈ ക്വസ്റ്റ്യനിൽ x0 ബൈ x1 എന്ന് പറയുന്നത് 1/0.1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതി കഴിഞ്ഞാൽ x0 ഡിവൈഡഡ് ബൈ x5 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 0.1 എന്ന് കിട്ടും. 10%-ന് 0.1 ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് x0 ബൈ x5 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ സാധനം തന്നെയാണ്, പ്രോബ്ലത്തിൽ ചെയ്ത അതേ സാധനം തന്നെയാണ്. നമ്മൾ തൊട്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. x0 ബൈ x1 ഇൻറ്റു പിന്നെ അടുത്ത എന്ത് പറയണം? x1 ബൈ x2. തൊട്ടടുത്തുള്ള 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. x2 ബൈ x3 ഇൻറ്റു x3 ബൈ x4 ഇൻറ്റു x4 ബൈ x5 വിച്ച് ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് ഹാൻഡ് സൈഡ് 1 ബൈ എന്താണ്? 0.1 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ വാല്യൂ മാറുന്നില്ല. കാര്യം x1 വെട്ടിക്കളയാം, x2 വെട്ടിക്കളയാം, x3 വെട്ടിക്കളയാം, x4 വെട്ടിക്കളയാം. x0 ബൈ x5 എന്ന് പറഞ്ഞ് വീണ്ടും ഇത് എഴുതി വെക്കരുത്. ഇത് വെട്ടിക്കളയാമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് മനസ്സിലുണ്ടായാൽ മതി, ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 2 സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻഡ് ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു ലോഗരിതം എന്താണ്? e റേസ് ടു നമ്മൾ എന്തെന്ന് പഠിച്ചിട്ടുണ്ട്?
ഇവിടെ ഇ റേസ് ടു സീറ്റ ഒമേഗ എൻ ടി ഡി എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് x0/x1 ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് x ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഫോം, അതായത് 5 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ x0/x1 റേസ് ടു 5 ഈസ് ഈക്വൽ ടു 1.1 എന്ന് കിട്ടും. ഇനി ഈ 5 അങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റേസ് ടു 5 അങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? x0/x1 ഈസ് ഈക്വൽ ടു 1/0.1 ദ ഹോൾ റേസ് ടു 1/5 എന്ന് എഴുതാം. ഇതിവിടെ റേസ് ടു 5 ആണെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റേസ് ടു 5 ആണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് റേസ് ടു 1/5 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ 1/0.1 10 ആണ് കേട്ടോ, 10 റേസ് ടു 1/5 എന്ന് കിട്ടും. അപ്പോൾ x0/x1 എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ എത്രയെന്ന് കിട്ടും? ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇത് എഴുതി വെക്കുക. x0/x1 നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കേണ്ടി വരുന്നെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ x0/xn വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, ലോഗരിതമിക് ഡിക്രിമെൻറ്റ്. ലോഗരിതമിക് ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? log of xn/xn+1 അല്ലേ? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1/0.1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/0.1 എന്ന് പറയുന്നത് 10 ആയിരിക്കും അല്ലേ? 1/0.1 10 ആണ്. അപ്പോൾ 10 റേസ് ടു 1/5 ആണ് നമുക്കിവിടെ എന്തുള്ളത്? ഇതിൻ്റെ വാല്യൂ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 10 റേസ് ടു 1/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോ ആണ്. ദാറ്റ് മീൻസ് xn/xn+1. അത് x1/x2 എന്ന് റെപ്രസെൻറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, x2/x3 എന്ന് റെപ്രസെൻറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, x3/x4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനും പ്രശ്നം, x3/x5 എന്ന് എഴുതാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ലോഗ് ഓഫ് എന്ത് എടുത്താൽ മതി? ഈ ഒരു വാല്യൂ xn/xn+1 എന്ന് പറഞ്ഞാൽ x0/x1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 റേസ് ടു എത്രയെന്ന് അറിയാം? നമുക്ക് 1/5 ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ 1/5 ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുന്ന 0.46 കിട്ടുമെന്നറിയാം. ഓക്കെ, 0.46 ആയിട്ട് കിട്ടുമെന്നറിയാം. ഓക്കെ, ഇത് എനിക്ക് ഡൗട്ടുണ്ട് ഈ ആൻസർ ശരിയാണോ എന്നുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ തന്നെ എഴുതുക. ഇവിടെ ചെയ്യുന്ന എന്താണോ കിട്ടുന്നത് ആ ആൻസർ തന്നെ ഇവിടെ എഴുതുക. അത് ശ്രദ്ധിച്ചോളണം. 0.46. ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഉപയോഗിച്ച് തന്നെ സീറ്റയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ. ഈ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. സീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്നറിയാം? ഡെൽറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ നമുക്ക് എന്തറിയാം? 4π² പ്ലസ് എന്തെന്നറിയാം? ഡെൽറ്റ സ്ക്വയർ എന്നറിയാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഡെൽറ്റ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ 0.46ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈയുടെ സ്ക്വയർ 3.14ൻ്റെ സ്ക്വയർ പ്ലസ് 0.46ൻ്റെ സ്ക്വയർ. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5.33 ഇൻറ്റു 10 റേസ് ടു -3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂവിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സീറ്റ കിട്ടത്തില്ലേ? സീറ്റ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നമുക്ക് ഇത് എന്ത് ചെയ്താൽ മതി? 5.33 ഇൻറ്റു 10 റേസ് ടു -3 ചെയ്യുമ്പോൾ സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.073 എന്ന് കിട്ടും. ഇപ്പോൾ നേരത്തെ ഇതിൻ്റെ ബാക്കി ഇത് ആക്ച്വലി പുതിയ സാധനമൊന്നും അല്ല, നമ്മൾ കഴിഞ്ഞ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ അതേ സാധനം ഒന്നുകൂടെ ഒന്ന് പറയുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതേ സംഭവം തന്നെ സീറ്റ വരെ കിട്ടി. ഇനി ബാക്കിയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ആലോചിക്കട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് സി. അപ്പോൾ സിയുടെ ഇക്വേഷൻ എന്തുവാ? ഒന്നാമത്തെ സിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. നമുക്ക് സീറ്റ വെച്ചിട്ട് സി കണ്ടുപിടിച്ചൂടെ? സി ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ എന്തുകൊണ്ട്? സി അല്ലെങ്കിൽ സീറ്റയുടെ ഇക്വേഷൻ എടുത്താൽ മതി. c/2m⍵n. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച സാധനങ്ങളാണ്, പുതിയതായിട്ട് വരുന്നതല്ല. സീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? c/2m⍵n. ആ ഇക്വേഷൻ നമ്മളെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സി കണ്ടുപിടിക്കാം. സീറ്റ ഇൻറ്റു 2 ഇൻറ്റു മാസ് ഇൻറ്റു ω_n. ω_n എങ്ങനെ കണ്ടുപിടിക്കാം? √k/m. ഉണ്ടോ എന്ന് നോക്കിയേ. സ്റ്റിഫ്നെസ് ഉണ്ട്, മാസ് ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു √k. k എന്ന് പറഞ്ഞാൽ എത്ര? സ്റ്റിഫ്നെസ് ഇവിടെ എത്രയാണ്? k ഈസ് ഈക്വൽ ടു 80 Nm/mm. 80 Nm/mm മീറ്റർ ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻³ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ഡിനോമിനേറ്ററിലാണ് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോഴത്തേക്ക് 10⁻³ എന്താകും? 3 ആയി മാറും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം, 80 × 10⁻³ Nm/m ആയിരിക്കും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈഡ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70 കിലോഗ്രാം. അപ്പോൾ ω_n വാല്യൂ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 33.806 radian/second എന്ന് കിട്ടും. ഈ കിട്ടുന്ന വാല്യൂ ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റയുടെ വാല്യൂ ഉണ്ട്, 2 ഉണ്ട്, ω_n ഉണ്ട്. ദാറ്റ് മീൻസ് 33.806 ഇൻറ്റു 2 ഇൻറ്റു m എന്ന് പറയുന്നത് വീണ്ടും 70 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ω_n വാല്യൂ സീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.073. സീറ്റ ഇതാണ് 0.073. എമ്മിൻ്റെ വാല്യൂ ω_n വാല്യൂ ഇത് m എന്ന് പറയുന്നത് 70/2. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 345.5 Nm/m
മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സാധനം കിട്ടും. അപ്പോൾ നമുക്ക് സി ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് കിട്ടി. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. ഇത് ഞാൻ ഇക്വേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഫ് എൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? എഫ് എൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ രണ്ടും കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എഫ് എന്നിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇൻ ടേംസ് ഓഫ് ഒമേഗ ഡി എഴുതുമ്പോൾ എഫ് ഡി കിട്ടും, ഇൻ ടേംസ് ഓഫ് ഒമേഗ എൻ എഴുതുമ്പോൾ എഫ് എൻ കിട്ടും. എഫ് എൻ ഈസ് ഈക്വൽ ടു എന്താണ്? 1/2π × ഒമേഗ എൻ. ഇതെന്ന് പറയുന്നത് ഒമേഗ എൻ ആണല്ലോ. അപ്പം എഫ് ഡി എന്ന് പറഞ്ഞാൽ 1/2π × ഒമേഗ ഡി. അപ്പം ഒമേഗ എൻ ബൈ 2π ആണ് എഫ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് എന്നിൻ്റെ വാല്യൂ ആയി. എഫ് ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ഡി ബൈ 2π ആണ് അല്ലേ. അപ്പം ഇത് ഞാൻ വീണ്ടും പറയുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഒമേഗ എൻ ബൈ 2π എന്ന് പറയുന്ന ഒമേഗ എൻ ഇവിടെ ഉണ്ട്. 2π എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് എന്നിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഒമേഗ ഡി കണ്ടുപിടിക്കണം നമുക്ക്. ഒമേഗ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒമേഗ എന്നിൻ്റെ √1 - എന്താണ്? സീറ്റ സ്ക്വയർ ആണ്. ഒമേഗ എൻ ഇവിടെ ഉണ്ട്, സീറ്റ സ്ക്വയർ സാധനങ്ങളെല്ലാം ഉണ്ട്. ഒമേഗ ഡിയുടെ വാല്യൂ കിട്ടും. ഇത് രണ്ടും കൂടെ കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടിൻ്റെയും കൂടെ എന്തെടുത്താൽ മതി? എഫ് ഡി ബൈ എഫ് എൻ എടുക്കുമ്പോഴത്തേക്ക് ഇത് റേഷ്യോ കിട്ടും. ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ കമ്പയർഡ് വിത്ത് എഫ് ഡി എഫ് എൻ നമ്മളുടെ റേഷ്യോ ആണ് ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ആ എഫ് ഡി ബൈ എഫ് എന്നിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.997 കിട്ടും. അത് നോക്കിയിരിക്കുക, 0.997 ആണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കിയാൽ. ഇത് പീരിയോഡിക് വൈബ്രേഷൻ ടി ഡി കണ്ടുപിടിക്കേണ്ട. ടി ഡി ഞാൻ അതും കൂടെ പറയാം ലാസ്റ്റ്. മൂന്നാമത്തത് ടി ഡി എന്തുവാണ്? ടി ഡി ഇക്വേഷൻ നമുക്കറിയാം. എഫ് എൻ എടുത്ത് തിരിച്ചു കൊടുത്തായി, എഫ് ഡി എടുത്ത് തിരിച്ചിട്ട് കൊടുത്തായി 1/FD ആണ് ടി ഡി എന്ന് പറയുന്നത്. 1/FD എന്ന് പറഞ്ഞാൽ എഫ് ഡി ഇവിടെ കിട്ടുമെങ്കിൽ 1/FD അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അത് 2π ഒമേഗ ഡി. നമുക്ക് ഏത് വേണോ കണ്ടുപിടിക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആദ്യത്തെ നിങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിലെ 3 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലധികം ഒന്നുമില്ല, സെയിം തന്നെയാണ്. പിന്നെ ഒരു പരിചയമാവാൻ വേണ്ടി എങ്ങനെയൊക്കെ നമ്മൾ അതിലേക്ക് തോട്ട് പ്രോസസ്സിലേക്ക് വരുന്നു എന്നുള്ളത് കാര്യം നമ്മൾ അവിടെ പറഞ്ഞ ഇത്രയും ഇക്വേഷൻ വെച്ചിട്ടുള്ള പരിപാടികൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. നൗ മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ വൈബ്രേറ്ററി സിസ്റ്റം. നോക്കിയോ, എ വൈബ്രേറ്റിംഗ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ മാസ് ഓഫ് 250 കിലോഗ്രാം. ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റമാണ്, അത് 250 കിലോഗ്രാം മാസ് ഉണ്ട്. അപ്പം എം ഈസ് ഈക്വൾ, ഞാൻ ഇതിൽ ഫിഗർ വരച്ചുകൊണ്ട് നിൽക്കുന്നില്ല, സമയം നമ്മളിപ്പോൾ ഒരു 8 ക്വസ്റ്റ്യൻ മൊത്തത്തിൽ അങ്ങ് ചെയ്ത് പഠിക്കാൻ പോവാണ് കേട്ടോ. ഈ അടുത്തൊരു വീഡിയോയിലേക്ക് കൊണ്ടുപോകുന്നില്ല, നമുക്ക് ഇവിടെ അങ്ങ് തീർക്കാൻ പോകും, പെട്ടെന്ന് പോവാം. മാസ് ഈസ് ഈക്വൾ ടു 250 കിലോഗ്രാം, ദാറ്റ് ഈസ് 250. അപ്പോൾ നിങ്ങളിവിടെ സ്പ്രിംഗ് മാസ് സിസ്റ്റം, ഡാംപ്ഡ് സിസ്റ്റം ഒക്കെ വരച്ചോളണം. എ സ്പ്രിംഗ് ഓഫ് സ്റ്റിഫ്നെസ് 70, ഒരു സ്പ്രിങ്ങേ ഉള്ളൂ. അപ്പോൾ സ്റ്റിഫ്നെസ് കെ ഈസ് ഈക്വൾ ടു എത്രയാണ്? 70 Nm/mm. ഈ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ഇവിടെ വരച്ചോളണേ. ആൻഡ് എ ഡാംബർ വിത്ത് ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് സി ഈസ് ഈക്വൾ ടു, ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് സി ഈസ് ഈക്വൾ ടു എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 700 Nm, അതായത് ഫോഴ്സ് പെർ വെലോസിറ്റി. ഡിറ്റർമിൻ ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദി സിസ്റ്റം. അതായത് ഡാംപ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ എഫ് ഡി കണ്ടുപിടിക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. എഫ് ഡി കണ്ടുപിടിക്കുക എന്ത് ഇരിക്കുന്നതേ, നമ്മൾ നേരത്തെ ചെയ്ത് ഈ സാധനം തന്നെ. എഫ് ഡിയുടെ ഇക്വേഷൻ എന്താ? എഫ് ഡി ഈസ് ഈക്വൾ ടു, നമുക്ക് തിരിച്ചു വരാം. എഫ് ഡി ഈസ് ഈക്വൾ ടു എന്താണ്? ഒമേഗ ഡി ബൈ 2π. നമുക്ക് ഒമേഗ ഡി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒമേഗ ഡി സി വേണമെങ്കിൽ ഒമേഗ എന്നിൻ്റെ √() എന്ത് ചെയ്യണം? 1 - സീറ്റ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഒമേഗ എൻ വേണം, സീറ്റ വേണം. അപ്പം ഒമേഗ എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഒമേഗ എൻ ഈസ് ഈക്വൽ ടു √() എന്താണ്? k/m. അപ്പോൾ നമുക്ക് അവിടെ ഒരു സാധനം കിട്ടി. കെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? √(70/m). എം എന്ന് പറഞ്ഞാൽ എത്രയായിട്ട്? 250 എന്ന് കിട്ടി. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഒമേഗ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16.73 radian/s. ഇങ്ങനെയാണ് തോട്ട് പ്രോസസ്സ് പോകുന്നത്. ഇനി ഒമേഗ എൻ അറിയാമെങ്കിൽ ഇനി നമുക്ക് ഒമേഗ ഡിയിലേക്ക് വേണമെങ്കിൽ സീറ്റ വേണം. സീറ്റയുടെ ഇക്വേഷൻ എന്താണ്? സീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? c/2m ഒമേഗ എൻ, വിച്ച് ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 700 തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്നത് എത്രയാണ്? 250 കിലോഗ്രാം എന്നറിയാം. ഒമേഗ എൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 16.73 കിട്ടി. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഒരു സീറ്റയുടെ വാല്യൂ കിട്ടും. സീറ്റയുടെ വാല്യൂ 0.084. അപ്പോൾ സീറ്റയുടെ വാല്യൂ 0.084 എന്ന് കിട്ടി. അതുമായി യൂണിറ്റ്ലെസ് ആണ് 0.84. ഇനി സീറ്റ ആയി. അപ്പം ഒമേഗ ഡി കിട്ടിയല്ലോ. അപ്പം നമുക്ക് ഇവിടെ ഒമേഗ എന്നിൻ്റെ കാര്യം സോൾവ് ആയി, സീറ്റയുടെ വാല്യൂ സോൾവ് ആയി. അപ്പോൾ ഒമേഗ ഡി വി അഗെയിൻ ഒമേഗ ഡി ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ വാല്യൂ ഒമേഗ എൻ ഇൻറ്റു ഒമേഗ എൻ എന്ന് പറയുന്നത് എത്രയാണ്? 16.73 ഇൻറ്റു √(1 - സീറ്റ സ്ക്വയർ. സീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.084 സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് ഒമേഗ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു 16.67 radian/s. ഞാനിത് ചുമ്മാ പ്രോബ്ലംസ് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളതല്ല, ഇതുവരെയുള്ള വീഡിയോസിൻ്റെ ആകെത്തുകയാണ് ഈ പ്രോബ്ലംസ്. അത് ആലോചിച്ചോളണം. ഇതുവരെ നമ്മൾ ഡാംപ്ഡ് വൈബ്രേഷൻസിൽ പഠിച്ച സാധനങ്ങൾ, ലോഞ്ചുള്ള ഡാംപ്ഡ് വൈബ്രേഷൻസിൽ പഠിച്ച സാധനങ്ങളുടെ ആകെത്തുകയാണ് ഈ പ്രോബ്ലംസ്. ആ ഡെറിവേഷൻസും ആ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല, ഇത് ചെയ്യാനൊന്നുമില്ല. കുറേ ഇക്വേഷൻസ് എടുത്തിട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ എവിടെ നിന്ന് വന്നതെന്ന് അറിയണമെങ്കിൽ ആ ഡെറിവേഷൻസ് അറിഞ്ഞാലേ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഡെറിവേഷൻ മര്യാദയ്ക്ക് മനസ്സിലാക്കുക. ദെൻ യു ക്യാൻ സിംപ്ലി സോൾവ് ദീസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഫ്രീക്വൻസി പേപ്പർ നമ്മൾ തിരിച്ച് ഫ്രീക്വൻസിയിൽ വരുന്നു. ഒമേഗ ഡി ആയല്ലോ 2π. നമ്മൾ എഫ് ടി ഈസ് ഈക്വൾ ടു എന്ത് ചെയ്താൽ മതി? ഒമേഗ ഡി ബൈ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? 2π ചെയ്ത് കൊടുത്താൽ മതി. ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16.67 / 2π ചെയ്യുക. അത് ചെയ്യുമ്പോഴത്തേക്ക് ഒമേഗ ഡി ബൈ 2π ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ എന്ന് പറയുന്നത് 2.67
65 ഹെഡ്സ് എന്നാവും. അപ്പം ഇത് സർക്കുലർ ഡാംപ്ഡ് ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് റേഡിയൻ പെർ സെക്കൻഡ്, natural frequency in terms of hertz. And here we have the another question. The frequency of damped vibration is 70 per minute. Frequency of vibration എന്ന് പറയുന്നത് 70 per minute എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. പെർ മിനിറ്റിൽ നമ്മൾ പെർ സെക്കൻഡിലാണ് നമ്മൾ സാധാരണ എന്ത് പറയുന്നത്, ഫ്രീക്വൻസി പറയുന്നത്. അപ്പോൾ ഹെഡ്സിൽ എഴുതണമെങ്കിൽ പെർ സെക്കൻഡ് ആകണം. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഡാംപ്ഡ് ആയതുകൊണ്ട് FD എന്ന് എടുക്കാവും, FN എന്നെടുത്ത് കേട്ടിക്കളയരുത്. ഡാംപ്ഡ് വൈബ്രേഷൻ എടുത്ത് പറഞ്ഞുകൊണ്ട് FD ആണ് തന്നിരിക്കുന്നത് 70 പെർ മിനിറ്റ്. ദാറ്റ് മീൻസ് പെർ മിനിറ്റിനെ നമ്മൾ സെക്കൻഡ് ആക്കാൻ ബൈ 60 കൊണ്ട് ചെയ്താൽ അതിനെ നമുക്ക് സെക്കൻഡ്സ് പെർ സെക്കൻഡ് എഴുതാം. അതിനെ നമ്മൾ ഹെഡ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. 70 by 60 ഹെഡ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ബൈ 70 ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളെ നേരത്തെ ചെയ്തല്ലോ, ആംപ്ലിറ്റ്യൂഡ് diminishes to 10% of its initial value after 5 oscillations. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്തെടുത്തു, x0 by x5 അല്ലെങ്കിൽ x0 is equal to 10% of x5 is equal to 10% of x0 എന്ന് എടുത്തു. പക്ഷെ ഇവിടെ അങ്ങനെ എടുത്താൽ തെറ്റിപ്പോകും. നിങ്ങളൊന്ന് നോക്കിക്കോളേ. The amplitude of decreases by 70% of its initial value after 2 oscillations. അപ്പം ആദ്യത്തെ ഇനിഷ്യൽ വാല്യൂ x0 ആണ്, ആഫ്റ്റർ 2 ഓസിലേഷൻസ് x2 ആണ്. അത് പ്രശ്നമല്ലല്ലോ. ആദ്യത്തെ ഓസിലേഷൻ കഴിയുമ്പോൾ x1 ആവും, രണ്ടാമത്തെ ഓസിലേഷൻ കഴിയുമ്പോൾ x2 ആവും. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ടു 70% ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 2 ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ x2 ഈസ് ഈക്വൽ ടു 70% ഓഫ് x0 എന്ന് എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ബൈ ഈ ഒരു സാധനത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആക്ച്വലി ഇപ്പോഴത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 70% ആയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് 100 ഉണ്ടായിരുന്നതിൽ 70 കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ബൈ 70%. ദാറ്റ് മീൻസ് മൊത്തത്തിൽ 100 ഉണ്ടായിരുന്നു. നൗ 70% അവിടെ എന്ത് ചെയ്യപ്പെട്ടു, ഡിക്രീസ് ചെയ്യപ്പെട്ടു. ദാറ്റ് മീൻസ് ഇപ്പോൾ ഉള്ളത് എത്രയേ ഉള്ളൂ, വി ഓൺലി ഹാവ് 30%. നമുക്ക് ദ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ടു 70% എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമേ ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സാധനം ശരിയാണെന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്, ഇത് തെറ്റാണ്. ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. റെഡ്യൂസസ് ടു എന്ന് പറഞ്ഞാൽ അതിലേക്ക് ആയി. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെഡ്യൂസ്ഡ് ബൈ 70% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഉള്ളത് എത്രയുള്ളതെന്നാണ്, 30% ഉള്ളതെന്നാണ്. 100ൽ 70% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് 30% ഉള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ എടുക്കണം, x2 ആഫ്റ്റർ 2 ഓസിലേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് x2 ആയിട്ട് എടുത്തത്. ആഫ്റ്റർ 5 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ x5 എന്ന് എടുത്തത്. ഇപ്പോൾ x2 ഈസ് ഈക്വൽ ടു 30% ഓഫ് നമ്മൾ എന്തെന്നെടുക്കും, x1 എന്നെടുക്കും. x2 ഈസ് ഈക്വൽ ടു 30% ഓഫ് നമുക്ക് എന്തെന്ന് വേണം, x1 എന്നുള്ളത് വേണം. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു 30% ഓഫ് x1 ആണെങ്കിൽ x2 ഡിവൈഡഡ് ബൈ x1 ഈസ് ഈക്വൽ ടു 30% എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റാം, x1 ബൈ x2 അല്ല സോറി x2 ബൈ x1 അല്ലോ, തെറ്റിപ്പോയി. x2 ഈസ് ഈക്വൽ ടു 30% ഓഫ് x0. അത് ഇനിഷ്യലി x0 അല്ലേ. അപ്പോൾ x2 ബൈ x0 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, 30% എന്ന് എടുക്കാം. അപ്പോൾ x1 ബൈ x0 ബൈ x2 എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ 1/30%. 1/30 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.3. 1/30 എന്നല്ല, 30% നമുക്ക് 0.3 എന്ന് എഴുതാമേ. ഞാൻ പിന്നെ അത് പെർസെൻറ്റേജ് മാറ്റിയിരുന്നേ ഉള്ളൂ. ഇടയ്ക്ക് വേറെ എന്തോ സാധനം ആലോചിച്ചപ്പോഴാണ് ഇതങ്ങ് പോയത്. അപ്പോൾ x2 ഈസ് ഈക്വൽ, ഇപ്പോൾ ആഫ്റ്റർ 5 ഓസിലേഷൻസ് ഇറ്റ് ഡിക്രീസസ് ബൈ 70% എന്ന് പറഞ്ഞിരുന്നെങ്കിൽ x5 ഈസ് ഈക്വൽ ടു 30% ഓഫ് x0 എന്നിട്ട് തന്നെ. ഇവിടെ 2 ഇപ്പോൾ 3 ആഫ്റ്റർ 3 ഓസിലേഷൻസ് ഇറ്റ് ഡിക്രീസസ് ബൈ 70% ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ x3 ഈസ് ഈക്വൽ ടു 70% ഓഫ് 30% ഓഫ് x0 എന്നിട്ട് തന്നെ. ഇത് റെഡ്യൂസസ് ടു എന്ന് പറഞ്ഞാൽ മാത്രമേ അതേ പെർസെൻറ്റേജ് എടുക്കാവൂ, അല്ലെങ്കിൽ 100% മൈനസ് ചെയ്ത വാല്യൂയെ നമ്മളിവിടെ എടുക്കാവൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകും. ചെയ്യുന്നതെല്ലാം ബാക്കി ഇതൊക്കെ തന്നെ. ഈ സംഭവം മാറി, എല്ലാം മാറിയില്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റുമ്പോഴത്തേക്ക് എന്താണ്, x0 ബൈ x1 വിച്ച് ഇസ് ഇൻറ്റു എന്താണ് x1 ബൈ x2. അതുവരെ പോയാൽ മതിയല്ലോ. x1 ആയിട്ട് പോകും, വിച്ച് ഇസ് ഈക്വൽ ടു 1/0.3 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാം, x0 ബൈ x1 ദ ഹോൾ റേസ് ടു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 1/0.3. അപ്പോൾ ഇവിടെ നിന്ന് x0 ബൈ x1 ഈസ് ഈക്വൽ ടു 1/0.3 ദ ഹോൾ റേസ് ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
നോക്കട്ടെ. അതിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ ഇല്ല കേട്ടോ. അതിൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ടോ? അതിൻ്റെ വാല്യൂ എഴുതിയിട്ടില്ല. ഇതിൻ്റെ വാല്യൂ കറക്റ്റാണോ എന്ന് നോക്കിക്കോളണേ. എനിക്ക് ടെസ്റ്റിലെ വാല്യൂവിൽ അത്ര വിശ്വാസമില്ല. അപ്പോൾ x0/x1 ഇവിടെ ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് അവിടെ നിന്ന് ഡെൽറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? log ഓഫ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? x0/x1 ഇവിടെ കിട്ടുന്ന വാല്യൂ എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ x0/x1 കിട്ടുമ്പോഴത്തേക്ക് വാല്യൂ 0.601 കിട്ടും. ടെസ്റ്റിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നിന്ന് ഉപയോഗിച്ച് സീറ്റ കണ്ടുപിടിച്ചൂടെ? σ² = നമ്മുടെ ഇക്വേഷൻ എന്താ? ബാക്കി പഴയ പോലെ σ² = Δ² / 4π² + Δ². അത് ചെയ്യുമ്പോഴത്തേക്ക് σ² ഒരു വാല്യൂ കിട്ടും 9.09 × 10⁻³ അവിടെ നമുക്ക് σ = എത്രയെന്ന് കിട്ടും? 0.0953 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ അവിടെ ആയി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അതിലേക്ക് പോയി. ഇനി നെക്സ്റ്റ് അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് സീറ്റയിലേക്ക് പോയി. ഇനി നമുക്ക് വേണ്ട സാധനം എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. അതായത് ഇനി ബാക്കിയെല്ലാം സെയിം അല്ലേ? ഇവിടെ സീറ്റയുണ്ട്. അപ്പോൾ FD കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ഫ്രീക്വൻസി ഓഫ് അൺഡാംപ്ഡ് വൈബ്രേഷൻ ആണ്. അൺഡാംപ്ഡ് വൈബ്രേഷൻ നമ്മൾ FD അല്ല കണ്ടുപിടിക്കാനുള്ള പറഞ്ഞേക്കുന്നത്, FN ആണ്. FN എന്ന് പറഞ്ഞാൽ ωn/2π മാത്രം ചെയ്താൽ മതി. അപ്പം അവിടെ നിന്ന് ωn എന്ന് പറയുന്നത് എത്രയാണ്? ωn = എന്ന് എഴുതാൻ പറ്റും, K/m എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ωn √K/m. പക്ഷേ ഇവിടെ K തന്നിട്ടുണ്ടോ? K ഇല്ല. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. K ഇല്ല. അപ്പോൾ ωn കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ωd കണ്ടുപിടിച്ചാലേ ചെയ്യാൻ പറ്റും. ωd = ωn × √1 - σ². അപ്പോൾ അവിടെ നിന്ന് ωn എന്താണ്? ωd/√1 - σ² എന്ന് കിട്ടും. ωd കണ്ടുപിടിക്കാനായിട്ട് FD എന്ന് പറയുന്ന സാധനം ωd കണ്ടുപിടിക്കാനായിട്ട് എന്താണ് മാർഗം? FD എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ? FD തന്നിട്ടുണ്ടെങ്കിൽ ωd കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? FD എന്ന് പറഞ്ഞാൽ എന്താ? ωd/2π ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ωd = 2π × FD എന്ന് കിട്ടും, which is equal to ωd = നമുക്ക് 2 × π × FD എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70/60 കിട്ടും. അപ്പോൾ ωdയുടെ വാല്യൂ എന്ന് പറയുന്നത് 7.35 radian/s എന്ന് കിട്ടും. അപ്പോൾ ωdയുടെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ωd/1 - σ² എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് ωn കിട്ടും 7.384 Hz എന്ന് കിട്ടും. അപ്പോൾ ωnൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ωn/2π എന്ന് പറയുന്ന FD, ഇതിപ്പം സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നത്, FN = ωn/2π. ωn ഇവിടെ ഉണ്ട്. അപ്പോൾ അതെന്ത് കിട്ടും? 7.384/2π, which is equal to FN = 1.17 Hz. ഇത് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. കാര്യം കൂടുതൽ സമയം ഇതിനു വേണ്ടി ഇത്രയും പ്രോബ്ലംസ് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇത്തിരി സ്പീഡിന് പോയേ പറ്റൂ. ഇതൊരു അറേഞ്ച്മെൻറ്റിൽ എഴുതിയാൽ ഇത് കൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുക. എന്നാലും ഇതെങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. എ മെഷീൻ 3 ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു. എ മെഷീൻ ഓൺ springs and fitted with a dashboard has a mass of 90 kg. There are 3 springs. അപ്പോൾ ഇവിടെ ഒരു പടം വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. അവിടെ എത്ര സ്പ്രിങ്ങുകളുണ്ട്? 3 സ്പ്രിങ്ങുകളുണ്ട്. ഈച്ച് ഓഫ് സ്റ്റിഫ്നെസ് 13. അപ്പം 3 സ്പ്രിങ്ങിൻ്റെയും സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 1. അവിടെ ഒരു ഡാഷ്ബോർഡും ഉണ്ട്. അപ്പോൾ ഒരു 3 സ്പ്രിങ്ങും ഒരു ഡാഷ്ബോർഡും ഉള്ളൊരു സിസ്റ്റം. ഇതിനെല്ലാത്തിനും കൂടി ഒരു ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കേണ്ടി വരും. ബാക്കിയെല്ലാം എന്ത് പോലെ തന്നെയാണ്? പഴയതുപോലെ നമ്മൾ ചെയ്ത സാധനം പോലെ തന്നെയാണ് സ്പ്രിങ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എല്ലാം കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് K ഇക്വലൻറ്റ് നമുക്ക് വേണം. അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ മാസ് M ഉണ്ട്, ഇവിടെ ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡിനും അതേപോലെ പാരലും അറേഞ്ച്മെൻറ്റും സീരീസ് അറേഞ്ച്മെൻറ്റും വരാം. അത് നമ്മളെങ്ങനെയാണ് ഡാഷ്ബോർഡിൻ്റെ ഇക്വലൻറ്റ് ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുന്നത്, C കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ കേസിൽ ഇത് പാരലാണല്ലേ? എന്തുകൊണ്ടാണ് പാരലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് നേരത്തെ. അപ്പോൾ ഇവിടെ എല്ലാം K1, K2, K3 മൂന്നും ഈക്വലാണ്. അപ്പോൾ K ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ആദ്യമേ പറയാം K1 പ്ലസ് എന്താണെന്നറിയാം, K2 പ്ലസ് എന്താണെന്നറിയാം, K3 എന്നറിയാം. ഇതെന്ത് കണക്ഷൻ ആയതുകൊണ്ട്? പാരലൽ കണക്ഷൻ ആയതുകൊണ്ട്. അപ്പം 13 + 13 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടും?
39 എന്ന് കിട്ടും. അപ്പം K equivalent is equal to ഇത്രയും ന്യൂട്ടൺ പെർ എന്താണ് മില്ലിമീറ്റർ. ന്യൂട്ടൺ പെർ മീറ്റർ ആക്കാൻ 39 × 10⁻³ ന്യൂട്ടൺ പെർ എന്തിലേക്ക് മാറ്റുക, മീറ്ററിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ ആ സംഭവം എന്ന് പറയുന്നത് അവിടെ തീർന്നു. ഇനി നെക്സ്റ്റ് മാസ് എന്ന് പറയുന്നത് M is equal to എത്രയാണ്, 90 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. There are 3 Newton. Assuming that the damping force varies as the velocity determined. വെലോസിറ്റിക്ക് അനുസരിച്ച് ഡാമ്പിംഗ് ഫോഴ്സ് അവിടെ മാറുന്നുണ്ട്. ഡിറ്റർമിൻ ദ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ്. ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് C കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പം ഈ C കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതിലേ ഈ ഒരു സാധനത്തിൽ ഞാനൊരു സെൻറ്റൻസ് എഴുതാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യണേ. കാര്യം ഒരു സംഭവം നമുക്ക് വേറെ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതും കൂടി ഞാനിവിടെ ഒന്ന് ആഡ് ചെയ്യാം. അതായത് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ, ഇതിൽ കൂടെ ഉള്ളതാണ്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ reduces from 42.4 millimeter to 8.4 millimeter in 2 complete oscillations. അപ്പോൾ 2 കംപ്ലീറ്റ് ഓസിലേഷൻസിൽ നിന്ന് 42.4 നിന്ന് അത് എന്തിലേക്ക് മാറുന്നു, 8.4 മാറുന്നു. അപ്പം x0 എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന 42.4 ആയിട്ട് എടുക്കാം. x0 അത്രയും മില്ലിമീറ്ററാണ് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ 2 ഓസിലേഷൻസ് ഇത് എന്താവും, x2 അത് എത്രയായി മാറും, 8.4 മില്ലിമീറ്ററായി മാറും. ഇനി അപ്പം x0 42.4 മില്ലിമീറ്ററും x2 എന്ന് പറയുന്നത് 8.4 മില്ലിമീറ്ററാണ് ഇൻ 2 കംപ്ലീറ്റ് ഓസിലേഷൻസ്. ഇനി ഇതിൽ സംഭവം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ തന്നിരുന്നത് നമുക്ക് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഒക്കെ പറഞ്ഞിരുന്നു. അതിന് പകരം ഇങ്ങനെ തന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, x0/x2 കണ്ടുപിടിക്കാം. x0/x2 എങ്ങനെ കിട്ടും, 42.4 ഡിവൈഡഡ് ബൈ 8.4. അപ്പോൾ അതിൻ്റെ വാല്യൂ നടക്കൂല, ടെസ്റ്റ് ശരിയാണോ നോക്കട്ടെ. അതല്ല, പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ശരിയായിരിക്കും ചിലപ്പം. അതിൽ കാര്യം എഴുതിയിരിക്കുന്ന വേറൊരു രീതിയിൽ, അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്. 5.04. അപ്പം x0/x1 ഇൻറ്റു x1/x2 വിച്ച് ഈസ് ഈക്വൽ ടു 5.04 നേരത്തെ പോലെ. അപ്പോൾ ഇതിനെ നമുക്ക് റേസ് ടൂയിൽ എഴുതിയാൽ x0/x1 ദ ഹോൾ റേസ് ടു 2 ഈസ് ഈക്വൽ ടു 5.04. അവിടെ നിന്ന് x0/x1 is equal to 5.04 the whole raised to 1/2 root of that is equal to correct ആണ്, പക്ഷേ which is equal to 2.24 എന്ന് കേട്ടെ. ടെസ്റ്റിൽ ഈ സാധനം ചെയ്തിട്ടില്ല. അത് x0/x2 എന്ന് തന്നെയാണ് പ്രിൻറ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക്. അത് പ്രിൻറ്റ് ചെയ്തേണ്ടതാണ്, പക്ഷേ ആൻസർ കറക്റ്റ് തന്നെയാണ് 2.24. x0/x1 വാല്യൂ, x0/x2 വാല്യൂ ആണ് അത് 2.24 എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ റെഫർ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ ആണ്, പിന്നെ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് x0/x2 ഒരിക്കലും 2.24 അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഒരു സാധനം ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. x0/x2 = 5.04 ആണ്. അതെടുത്തിട്ട് ലോഗ് എടുത്ത് വെച്ചേക്കുന്ന രീതിയിലാണ് ടെസ്റ്റിൽ എഴുതിയിരിക്കുന്നതെങ്കിലും ആൻസർ കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടില്ല. അപ്പോൾ അത് എൻ്റെ ടെസ്റ്റിൽ ചെയ്യുന്ന പറഞ്ഞ മിസ്റ്റേക്കാണ്. അപ്പോൾ അതെന്ത് കറക്റ്റാണ്. അപ്പോൾ x0/x1 നമുക്ക് കിട്ടി. അവിടെ നിന്ന് ഡെൽറ്റ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ലോഗ് x0/x1 ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് x0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, x0/x1 2.24. അതിൻ്റെ വാല്യൂ ആണ് ലോഗ് ഞാൻ എടുത്തു 0.809 എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ ലോഗരിതമിക് ഡിക്രിമെൻറ്റ് കിട്ടി. ഇനി ബാക്കിയെല്ലാം ഞാൻ പറയേണ്ട കാര്യമില്ല, നേരത്തെ പോലെ തന്നെ ചെയ്യാമല്ലോ. ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി ഓഫ് ഡാംപ്ഡ് ആൻഡ് അൺഡാംപ്ഡ് വൈബ്രേഷൻ നമ്മളിവിടെ ചെയ്തു, FD/Fn. അതായത് ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് C നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ. ഡെൽറ്റ വെച്ചിട്ട് C കണ്ടുപിടിക്കുന്ന നമ്മൾ ചെയ്തു. സിയുടെ വാല്യൂ മാത്രം ഞാനിവിടെ എഴുതുവാണ്. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4478.5 ന്യൂട്ടൺ പെർ
m/s. രണ്ടാമത്തേതെന്ന് പറയുന്നത് FD/FN എന്ന് പറയുന്നത് ഡാംപ്ഡ് വൈബ്രേഷൻസിൻ്റെ റേഷ്യോ നമ്മൾ ഇവിടെയും ചെയ്തതാണ്. അപ്പോൾ അത് വീണ്ടും അതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. അത് 0.99 കിട്ടും. അടുത്ത മൂന്നാമത്തേതെന്ന് പറയുന്നത് പീരിയോഡിക് TD എന്ന് പറഞ്ഞാൽ 1/FT ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് FDയുടെ വാല്യൂ ഒക്കെ നമുക്ക് ഇവിടെ അറിയാമല്ലോ. FDയുടെ വാല്യൂ ചെയ്യുമ്പോൾ 0.3 seconds എന്ന് കിട്ടും. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം ഉള്ള ആ ഒരു ചെറിയ ടെസ്റ്റ് മാത്രമേ ഈ ഒരു ക്വസ്റ്റിനുള്ളൂ. അതേമാതിരി ആയിരിക്കും ഇതും. ദ ഫോളോയിങ് ഡേറ്റ റിലേറ്റഡ് ടു എ ഡാംപ്ഡ് വൈബ്രേറ്റിംഗ് സിസ്റ്റം M = 140. ഏത് പോട്ടെ, ഗിത്താർ വൈബ്രേറ്റ് എന്ന് പറഞ്ഞൊക്കെ ചോദിക്കും കേട്ടോ. ഗിത്താർ വൈബ്രേറ്റ് ചെയ്താലും എന്ത് വൈബ്രേറ്റ് ചെയ്താലും ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസും കാര്യങ്ങളും. അത് ആലോചിച്ച് പോകണം. ദ ഫോളോയിങ് ഡേറ്റ റിലേറ്റഡ് ടു എ ഡാംപ്ഡ് വൈബ്രേറ്റിംഗ് സിസ്റ്റം. ഇതൊരു ടിസ്റ്റ് പിടിച്ചൊരു സാധനമാണ്. ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പം ദ ഫോളോയിങ് ഡേറ്റ റിലേറ്റഡ് ടു എ ഡാംപ്ഡ് വൈബ്രേറ്റിംഗ് സിസ്റ്റം M = 140. M 140 എന്ന് തന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് എഴുതാൻ നിൽക്കുന്നില്ല. സീറ്റ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ടൈം ഇൻ വിച്ച് ദ മാസ് വുഡ് സെറ്റിൽ ഡൗൺ ടു 1/8 ഓഫ് ഇറ്റ്സ് ഡിഫ്ലക്ഷൻ. അപ്പം ടൈമാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ x0 നമുക്കൊരു വാല്യൂ അവിടെ ഉണ്ട്. ആഫ്റ്റർ n നമ്പർ ഓഫ് ഓസിലേഷൻസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ബിക്കം xn. അപ്പം x0/xn. അപ്പോൾ xn എന്ന് പറയുന്നത് n ആഫ്റ്റർ n നമ്പർ ഓഫ് ഓസിലേഷൻസ് അവിടെ ആംപ്ലിറ്റ്യൂഡാണ് xn എന്ന് പറയുന്നത്. ഞാൻ എഴുതിക്കൊണ്ട് നിന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പെട്ടെന്ന് മനസ്സിലാക്കി അങ്ങ് പൊക്കോളണം. ഞാനിത് സ്പീഡിന് പോകാണെന്ന് അറിയാം, എന്നാലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ xn = 1, അതായത് നമുക്കറിയാമല്ലോ ടൈം ഇൻ വിച്ച് ദ മാസ് വുഡ് സെറ്റിൽ ഡൗൺ ടു 1/8 ഓഫ് ഇറ്റ്സ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ആഫ്റ്റർ n ഓസിലേഷൻ അവിടെ ഡിഫ്ലക്ഷൻ xn ആണ്. അത് 1/18 ഓഫ് എന്തായി മാറി, x0 ആയി മാറി. അതായത് ഇനിഷ്യലി ഡിഫ്ലക്ഷനിൽ നിന്ന് കുറഞ്ഞ് എത്രയായി, അതിൻ്റെ 1/8 ആയി xn. അതിനുള്ള ടൈമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് x0/xn ആദ്യം നമ്മൾ കണ്ടുപിടിച്ചെടുക്കുക. കാര്യം നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻസിലൊക്കെ എത്രാമത്തെ ഓസിലേഷൻ കഴിയുമ്പോഴാണ് ഇത് വരുന്നതെന്നുണ്ട്. ഇവിടെ അങ്ങനെയില്ല. ഒരു നമ്പർ ഓഫ് ഓസിലേഷൻ കഴിയുമ്പോൾ ഇതാവും. ആ നമ്പർ ഓഫ് ഓസിലേഷൻ എടുത്ത ടൈം പീരീഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഡെറിവേഷൻ കറക്റ്റ് x0/xn എന്ന് പറയുന്ന ഡെറിവേഷൻ കറക്റ്റ് ചെയ്ത് ലോഗരിതമിക് ഡിക്രിമെൻറ്റിൻ്റെ ഡെറിവേഷൻ അറിഞ്ഞവർക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. കാര്യം നമ്മളിവിടെ ഓൾറെഡി ലോഗരിതമിക് ഡിക്രിമെൻറ്റിൻ്റെ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കൂടിയാണ്. അപ്പോൾ അതാണ്ട് റേഷ്യോ ഓഫ് ലോഗരിതമിക് ഡിക്രിമെൻ്റ് ഡെറിവേഷനിൽ നമ്മളൊരു ജനറലൈസ്ഡ് ചെയ്തൊരു സാധനം എഴുതിയിട്ടുണ്ട്. അതാണ്ട് ഇവിടെ xn = എന്ന് പറഞ്ഞാൽ x1 കറസ്പോണ്ടിങ് ആയിട്ട് xn ആണ്ട് xnൻ്റെ വാല്യൂ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ xn-ഉം xn+1 തമ്മിലുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. xn/xn+1 ആണ്ട e⁻xn/xn+1 സീറ്റ ഒമേഗ n TD. അതായത് തൊട്ടടുത്തുള്ള രണ്ട് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷനാണ് നമ്മൾ വരുന്നത്. ഇപ്പം അത് കൂടുതൽ വരുവാണെങ്കിൽ എങ്ങനെ അത് നമുക്ക് എഴുതാം, റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് കൂടെ നമ്മളിവിടെ അറിയണം. അപ്പം ഈ ഒരു ഡെറിവേഷൻ അറിഞ്ഞവർക്ക് മാത്രമേ ഇത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. x0/xn = നമ്മളിവിടെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ xn അങ്ങ് അപ്പുറത്ത് പോകും അല്ലേ. അപ്പോൾ 1/ എന്തെന്നാവും, x0/xn എന്ന് പറയുന്നത് xn അങ്ങ് അപ്പുറത്ത് പോകും, 80 ഇങ്ങ് ഇപ്പുറത്ത് വരും. അപ്പോൾ 80 ആവും. x0/xn എന്ന് പറഞ്ഞാൽ എത്രയാവും, 80. അതായത് xn അങ്ങ് അപ്പുറത്ത് പോയി 80 ഇങ്ങ് ഇപ്പുറത്ത് വന്നു, മുകളിൽ വന്നു. അപ്പം എന്തായി, x0/xn = 80 എന്ന് കിട്ടി. ഇനി x0/xnൻ്റെ വാല്യൂ നമുക്ക് n ഓസിലേഷൻസ് ഉണ്ടെങ്കിൽ x0/xn = e⁻θ⍵n TD എന്ന് പറയുന്നത് x0/x1 ആണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. പക്ഷേ ഇവിടെ x0/xn ആണ്, അതായത് തൊട്ടടുത്തുള്ളതല്ല. അടുത്തുള്ളതല്ല വരുന്നതെങ്കിൽ ഇവിടെ TDയുടെ സ്ഥലത്ത് n × TD കൊടുത്താൽ മതി. അതായത് നമ്പർ ഓഫ് എത്ര ടൈംസ് വരുന്നതും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ആണ്. അതായത് n ഓസിലേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ടൈം പീരീഡ്. ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും. അതായത് x0/xn = e⁻θ⍵n TD എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്കിവിടെ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നുണ്ടാവും. ഇത് രണ്ടും കൂടെ തൊട്ടടുത്തുള്ള രണ്ടെണ്ണം നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ ആലോചിച്ചോളണം. ഇവിടെ x1 വരുമ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, x2 വരുമ്പോൾ നമ്മളിവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, x3 വരുമ്പോൾ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അതേപോലെ മാതിരി തന്നെ x0/x1ൻ്റെ സ്ഥലത്തിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നതിൽ n⁻θ⍵n TD നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് എത്രയും തന്നിരിക്കുന്നത്, 80 എന്ന് തന്നിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് e⁻n × TD എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് ടോട്ടൽ ടൈം പീരീഡ്, ടോട്ടൽ ടൈം ടേക്കൺ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളിന് വേണ്ടിയുള്ള n × ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആ അത്രയും നമ്പർ ഓഫ് സൈക്കിളിന് അടുത്ത ടോട്ടൽ ടൈമാണ് ഇൻറ്റു സീറ്റ എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സീറ്റ = 0.25 എന്ന് തന്നിട്ടുണ്ട്. ഒമേഗ n എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഒമേഗ n എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ.
k/m എന്ന് പറയുന്ന സാധനം ചെയ്യുമ്പോൾ ഒമേഗ എന്നിൻ്റെ വാല്യൂ ഇട്ടു. ഒമേഗ എന്നിൻ്റെ വാല്യൂ നോക്കട്ടെ, 18 പോയിൻറ്റ് സംതിങ് ആണ് ഒമേഗ എൻ കിട്ടുന്നതെന്ന് തോന്നുന്നു. ഒമേഗ എൻ എന്ന് പറയുന്നത് 18.8 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒമേഗ എൻ എന്ന് പറയുന്നത് 18.8 റേഡിയൻ പെർ സെക്കൻഡ് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു ടി ഡി നമുക്ക് ഓൾറെഡി ആദ്യമേ കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു 80. ഇനി ലോഗ് എടുത്താൽ n ഇൻറ്റു ടി ഡി ആണ് ആൻസർ നമ്മുടെ. അത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് ഓസിലേഷൻസ് റിക്വയർഡ് n കിട്ടും, ടൈം പീരീഡ് n ഇൻറ്റു ടി ഡി തന്നെയാണ്. അപ്പം ടോട്ടൽ ടൈം ടേക്കൺ n ഇൻറ്റു ടി ഡി തന്നെയാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഗ് എടുത്തു. ലോഗ് അപ്പുറം ലോഗ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ e⁻² അങ്ങ് പോയിട്ട് n ഇൻറ്റു ടി ഡി ഇൻറ്റു എന്താണ് 0.25 ഇൻറ്റു 18.8 ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എത്രയെന്ന് കിട്ടും, 80 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ലോഗ് ഓഫ് 80 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, n ഇൻറ്റു ടി ഡി കണ്ടുപിടിക്കാം. n ഇൻറ്റു ടി ഡി കണ്ടുപിടിക്കാണെങ്കിൽ ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ n ഇൻറ്റു ടി ഡിയുടെ പോയിൻറ്റ് 9.92 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പോൾ 0.92 സെക്കൻഡ്സ് ആണ് ഇതിൻ്റെ എന്താണ് ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ഒരു ടൈം പീരീഡിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ടൈം ടേക്കൺ. ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളിന് വേണ്ടിയുള്ള n നമ്പർ ഓഫ് സൈക്കിൾസിന് വേണ്ടിയുള്ളത് n ഇൻറ്റു ടൈം പീരീഡ്. അപ്പോൾ ടോട്ടൽ ടൈം അതാണ്. ഇനി നമ്പർ ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ടി ഡി കണ്ടുപിടിച്ചാൽ പോരെ. ടി ഡി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുണ്ട്. ടി ഡി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, 2π/ωd ചെയ്താൽ മതി. ഒമേഗ അതായത് എഫ് ഡി എന്ന് പറഞ്ഞാൽ ωd/2π ആണ്. അപ്പോൾ 2π/ωd ആണ് സാധനം. ωd എന്ന് പറയുന്ന സാധനം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും, ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എന്താണ് θ² ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2π/, ഈ വാല്യൂസ് എല്ലാം ഉണ്ട്. വാല്യൂസ് എല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് വാല്യൂ 0.34 സെക്കൻഡ്സ് എന്ന് കിട്ടും. ടി ഡിയുടെ വാല്യൂ അതാണെങ്കിൽ n ഇൻറ്റു ടി ഡി ഈസ് ഈക്വൽ ടു 0.92 എന്നറിയാം. അവിടെ നിന്ന് n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് കിട്ടും, 0.92 ഡിവൈഡഡ് ബൈ ടി ഡി വിച്ച് ഈസ് ഈക്വൽ ടു 0.92 ഡിവൈഡഡ് ബൈ 0.34. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.7 എന്ന് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും കാര്യങ്ങളാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻസ് പരിപാടി കഴിയും. ഇനി ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു സാധനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിട്ടേക്കുക. ഇതിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുന്ന നോക്കട്ടെ. എന്താ, വൈബ്രേറ്റിംഗ് സിസ്റ്റം ഹാസ് എ മാസ് ഓഫ്, ഇത് ഗിത്താർ എന്നൊക്കെ പറഞ്ഞാൽ വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിന് വരെ ഇപ്പോൾ ഗിത്താറെന്നോ മെഷീനെന്നോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. വൈബ്രേറ്റിംഗ് സിസ്റ്റം ഹാസ് എ മാസ് ഓഫ് 10 കിലോഗ്രാം ആൻഡ് എ സ്പ്രിംഗ് ഓഫ് സ്റ്റിഫ്നെസ് 8.5. If the vibrating system has a dashboard attached to it with exerted force of, ഇതിൽ ട്വിസ്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഡാഷ്ബോർഡ് അറ്റാച്ച്ഡ് എക്സേർട്ടഡ് ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ വെൻ ദ മാസ് ഹാസ് എ വെലോസിറ്റി. അതായത് ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്, ഡാമ്പിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി എക്സ് ഡോട്ട്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സാധനമാണ്, നമ്മൾ ഡെറിവേഷനിൽ പഠിച്ചത്. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വരാതിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഡെറിവേഷൻ അറിഞ്ഞിരിക്കുന്നത്. ഈ സി അറിയാതെ ബാക്കിയൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ അവിടെ 50 ന്യൂട്ടനാണ് ഡാമ്പിംഗ് ഫോഴ്സ് എന്നും വെലോസിറ്റി 1.3 എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് 50/1.3 എന്ന് പറയുന്ന സാധനം ഇട്ടിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, സി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ സി എന്ന് പറയുന്ന സാധനം ഇല്ലാതെ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 50/1.3 എന്ന് പറയുന്നത് 38.46 എന്ന് കിട്ടും. അപ്പോൾ 38.46 സി അവിടെ കഴിഞ്ഞു. അത് ന്യൂട്ടൺ പെർ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, ആ സാധനം അവിടെ കഴിഞ്ഞു. പിന്നെ ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആൻസർ നോക്കട്ടെ. സെൻസ് ഓഫ് 10 കിലോഗ്രാം അല്ലേ, 10 കിലോഗ്രാം ഡാഷ്പോർട്ട് 10 കിലോഗ്രാം അത് കിട്ടി. അപ്പോൾ സി സിയുടെ ഇക്വേഷൻ, സി സിയുടെ വാല്യൂ മാത്രമേ എഴുതാണ് 583. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ സാധനം ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് അറിയാമല്ലോ, സി സി ഈസ് ഈക്വൽ ടു 2m⍵n, പറയേണ്ട കാര്യമില്ല, ഓൾറെഡി അറിയാവുന്ന സാധനമാണ്. ഡാമ്പിംഗ് ഫാക്ടർ സീറ്റയുടെ വാല്യൂ 0.066 ആണ്. പിന്നെ ലോഗരിതമിക് ഡിക്രിമെൻ്റ് ഡെൽറ്റയുടെ വാല്യൂ 0.416 ആണ്. പിന്നെ ലോഗരിതമിക് ഡയറക്റ്റ് ഇക്വേഷൻ കിട്ടും. റേഷ്യോ ഓഫ് ദ ടു കോൺസിക്യൂട്ടീവ് ആംപ്ലിറ്റ്യൂഡ്സ് xn/xn+1 എന്ന് പറയുന്നത് ഒരു കാര്യം ആലോചിക്കുക. ഡെൽറ്റ അറിയാമെങ്കിൽ e⁻⁴ ആണ്, അത് ആലോചിച്ചോളണം. e⁻⁴ ആണ് xn/xn+1 അറിയാവുന്ന സാധനമാണ്. നമ്മൾ ഇതിലൊന്നും നമ്മൾ അധികം പോയിട്ടില്ല, ഇതിനകത്തുള്ള സാധനങ്ങളിൽ നിന്നുള്ള ചുറ്റിക്കളി മാത്രമേ ഉള്ളൂ. അതിൻ്റെ e⁻⁴ ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ e⁻⁴ ആണ് ലോഗ് xn+, e⁻⁴ ആണ് xn/xn+1, അതും കൂടെ ആലോചിച്ചോളണം. ഈ സാധനം എന്ന് പറയുന്നത് ആണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഡെൽറ്റ. അപ്പം xn/xn+1 എന്ന് പറഞ്ഞാൽ e⁻⁴ ആണ്. അപ്പോൾ അതൊരു ടേം ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. e⁻⁴ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.515 വരും. ഇതാണ് അവിടുത്തെ ആൻസർ. ഡെൽറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഇൻ ടേംസ് ഓഫ് സീറ്റ വേണമെങ്കിൽ ഒറ്റ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതിയിട്ടോളാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2π സീറ്റ ഡിവൈഡഡ് ബൈ എന്താണ് √1 - θ². വേണ്ട, സീറ്റയുടെ ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കുക. സീറ്റ ഈസ് ഈക്വൽ ടു c/2m⍵n. ആ ഇക്വേഷൻ തന്നെയാണ് ഇത്. സീറ്റ മാസ് ഇവിടെ ഉണ്ട്. സീറ്റ ഈസ് ഈക്വൽ ടു
എന്താണ് c/2m ഒമേഗ n. അപ്പം അതിന് ഇൻ ടേംസ് ഓഫ് സീറ്റ നമുക്ക് ഡെൽറ്റയുടെ ടേംസിലും സീറ്റയുടെ ടേംസിലും നമുക്ക് ഡെൽറ്റയുടെ ടേംസിൽ സീറ്റ അല്ല സീറ്റ വെച്ചിട്ട് ഡെൽറ്റ കണ്ടുപിടിക്കുന്ന ഇതാണ്. നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണ്ട ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചാൽ, അതായത് സീറ്റ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഡെൽറ്റ ഡയറക്റ്റ്. അപ്പോൾ ഡെൽറ്റ ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ഈ ഒരു ഫോം നമ്മുടെ 8 ഇതായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മാക്സിമം ആയി, ഇതിൽ കൂടുതലൊന്നും വരാനായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ മൊത്തത്തിൽ 8 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻ്റെ 10 മാർക്കിൻ്റെ പ്രോബ്ലം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും.